ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഓണം സ്പെഷ്യൽ വിഭവമായിട്ടാണ്. ഈ വിഭവം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളതാണ്. നമ്മുടെ ചെറിയ മക്കൾ മുതൽ വലിയവർ വരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ അവിയലാണ്. അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറ് എടുത്തിട്ട് അതിലോട്ട് 6 ടേബിൾ സ്പൂൺ നാളികേരമാണ് എടുത്തിട്ടുള്ളത്. നാളികേരത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന പച്ചക്കറിയുടെ അളവനുസരിച്ചിട്ടിരിക്കും കേട്ടോ. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ശരിക്കും ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് വിപ്പ് ചെയ്തിട്ടെടുക്കുക. നല്ലതുപോലെ പൊടിക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. വെള്ളം ചേർക്കാതെ വേണം നമ്മളിങ്ങനെ ക്രഷ് ചെയ്തിട്ടെടുക്കാൻ. കണ്ടില്ലേ, ഇതേപോലെ വേണം നമ്മൾ ക്രഷ് ചെയ്തിട്ടെടുക്കാൻ. ഇത് നോക്കി, അത്ര പൊടിഞ്ഞിട്ടുമില്ല എന്നാൽ പൊടിഞ്ഞിട്ടുമുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പച്ചക്കറിയും ഒരു കടായിലോട്ട് ഇട്ട് കൊടുക്കുക. പച്ചക്കറി കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇതിലേക്ക് ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. ഒരുപാട് വെള്ളം ആവരുത്, അപ്പോൾ നമ്മുടെ അവിയൽ കറക്റ്റായിട്ട് വരില്ല. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 സ്പൂൺ തൈര് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. തൈര് എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറി ഒരുപാട് വെന്തുടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തൈര് ചേർത്ത് ഇളക്കി കൊടുക്കുന്നത്. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഒരുപാട് അങ്ങ് ഇളക്കി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വേവാനുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ പച്ചക്കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലോട്ടിനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇട്ട് കൊടുക്കുക. ഇതിലോട്ടിനി 6 സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ എത്രയാണോ പച്ചക്കറി എടുക്കുന്നത് അതനുസരിച്ച് വേണം നമ്മൾ എത്ര തൈര് എടുക്കണമെന്ന് തീരുമാനിക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. പതുക്കെ മിക്സ് ചെയ്യണം, ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യരുത്. എന്നാൽ നമ്മൾ വേവിച്ച പച്ചക്കറിയിലോട്ടൊക്കെ നമ്മൾ ഇട്ട അരപ്പിൻ്റെയും തൈരിൻ്റെയും കോട്ടിങ് കിട്ടുകയും വേണം. അപ്പോഴേ നമ്മൾ അവിയലിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓണം സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇത്തവണത്തെ ഓണസദ്യയിലേക്ക് ഈ അവിയൽ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് കേട്ടോ. ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾക്ക് എല്ലാവർക്കും ചിക്ഷയുടെ വക നല്ലൊരു ഓണം ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.